ഗാഗുൽത്തായുടെ ഓർമ്മകളുയരും പാവന ബലിപീഠം. ബലിയർപ്പകനായി അണയും സുന്ദര നിമിഷമിതാ. ഹൃദയമൊരുക്കാ അനുരാഗത്താ നിർമ്മല മാനസരായി ഒരു മനസ്സോടെ ബലിയർപ്പിക്കാം. സദയം ഈ നിമിഷം അണയുക കാഴ്ചയുമായി പ്രിയരെ കർത്താവിനെ ബലിയേകാം. നൊമ്പരമീശോയേറ്റെടുത്ത് സ്വാന്തനമേകും ഈ സമയം. അണയുക കാഴ്ചയുമായി പ്രിയരെ കർത്താവിനെ ബലിയേകാം. നൊമ്പരമീശോയേറ്റെടുത്ത് സ്വാന്തനമേകും ഈ സമയം. പ്രിയ അഭിമന്യ പിതാവേ, ജോജു അച്ഛ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള വൈദിക വിദ്യാർത്ഥികളെ, സഹോദരരെ, നീണ്ട പരിശീലനത്തിന് ശേഷം ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ വിവിധ പദവികൾ സ്വീകരിക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ കുഞ്ഞു സഹോദരങ്ങൾക്ക് പൗരോഹിത്യത്തിൻ്റെ വിവിധ പദവികൾ നൽകി അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന സ്നേഹധനനായ നമ്മുടെ അഭിമന്യ പിതാവ് മാർ തോമസ് ഇലവനാൽ പിതാവിന് എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ജോജു അച്ഛനെയും ജോർജ് വട്ടമറ്റത്തിലച്ഛനെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വിവിധ പട്ടങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ബ്രദേഴ്സിനെയും, വൈദിക വസ്ത്രം സ്വീകരിക്കുന്ന ബ്രദേഴ്സിനെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മക്കളെ പരിശീലിപ്പിച്ച്, പ്രോത്സാഹിപ്പിച്ച്, പ്രാർത്ഥിച്ച് ഈ ബലിവേദിയിലേക്കും ശുശ്രൂഷാ കർമ്മങ്ങളിലേക്കും നയിച്ച മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗുരുഭൂതരെ, അകലങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന സമർപ്പിതരെ, ബ്രദേഴ്സിനെ എല്ലാവരെയും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. പ്രിയ അഭിമന്യ പിതാവേ, വൈദിക പരിശീലനത്തിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിക്കുവാൻ പോകുന്ന കുഞ്ഞു സഹോദരങ്ങൾ ബ്രദർ ജെറിൻ ജോസഫ് നെല്ലിശ്ശേരിയെയും ബ്രദർ റോണി ലോനപ്പൻ മുരിങ്ങാത്തേരിയെയും ഇവർക്ക് വൈദിക വസ്ത്രം ആശീർവദിച്ചു കൊടുക്കണമേ എന്ന് രൂപതയുടെ നാമത്തിൽ ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുന്നതിനായി വേലക്കാരെ ധാരാളമായി നൽകുന്ന പിതാവായ ദൈവമേ, അങ്ങയുടെ വിളി ശ്രവിച്ചുകൊണ്ട് അങ്ങയുടെ ജനത്തിനു വേണ്ടി ജോലി ചെയ്യുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിന് സന്നദ്ധരായി നിൽക്കുന്ന ഈ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. പരിപൂർണ സമർപ്പണത്തോട് ദൈവജനത്തിനു വേണ്ടി ജോലി ചെയ്യുവാൻ ഇവരുടെ ആത്മാർത്ഥമായ ആഗ്രഹത്തെയും ദൃഢമായ തീരുമാനത്തെയും സ്വീകരിച്ച് ആശീർവദിക്കണമേ. പൗരോഹിത്യത്തിന് വിവിധങ്ങളായ പടവുകൾ ഉറച്ച ബോധ്യത്തോടും നിറഞ്ഞ ഉദാരതയോടും കൂടി പിൻചൊല്ലുവാൻ ഇവർക്ക് ഇടയാകട്ടെ. നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അനുദിനം അവിടുത്തെ അരൂപിയിൽ വളർന്നു വരുവാനും അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ആചാര്യന്മാർക്ക് വേണ്ടി പ്രത്യേക വസ്ത്രങ്ങൾ നിർമ്മിക്കണമെന്ന് മോശയോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ പുത്രന്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അഭിഷിക്തരുടെ ബാഹ്യ അടയാളമായി ഈ വസ്ത്രത്തെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇവ ധരിക്കുന്ന ഈ സഹോദരങ്ങളെ ദൈവവിളിക്കനുസൃതമായി സമൂഹത്തിൽ വ്യാപരിക്കുവാനും പരിശുദ്ധിയുടെ വെണ്മയിൽ എന്നെന്നും നിലനിൽക്കുവാനും പ്രാപ്തരാക്കണമേ. ഞാനെല്ലാ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസിന്റെ ഉദ്ബോധനം സ്വാംശീകരിച്ചുകൊണ്ട് ഈശോയുടെ പ്രതിപുരുഷന്മാരെ ജീവിക്കുവാൻ ഇത് ഇവർക്ക് ശക്തി നൽകട്ടെ. അങ്ങനെ അരൂപിയയച്ച ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് വിശുദ്ധി, വിജ്ഞാനം, വിവേകം എന്നീ പുണ്യങ്ങളാൽ വെളുനിലമായി പ്രശോഭിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരങ്ങളെ, മിശിഹായെ ധരിക്കുക, ദൈവവിളിയിൽ പുരോഗമിക്കുകയും ചെയ്യുവിൻ. സഭയെ ആത്മീയ വരങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്നേഹപിതാവായ ദൈവം പൗരോഹിത്യ വസ്ത്രം സ്വീകരിച്ച് നിങ്ങളെ എന്നും കാത്തു പരിപാലിക്കട്ടെ. പരിശുദ്ധാത്മാവിന് ദൈവവരം നിങ്ങളെ എന്നും വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. ദൈവജനത്തിന് ശുശ്രൂഷയ്ക്കും സഭാസേവനത്തിനുമായി നിങ്ങളെ സജ്ജരാക്കിയ മാതാപിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും ബന്ധുക്കൾ, മിത്രങ്ങൾ, ഉപകാരികൾ എന്നിവരെയും സകലത്തിൻ്റെയും പരിപാലകനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തീർക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരിലും ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകുമാറാകട്ടെ. മിശിഹായുടെ പ്രത്യാഗമനത്തിൽ ഒന്നു ചേർന്ന് അവിടുത്തെ എതിരേൽക്കുന്നതിനും അവിടുത്തെ രാജ്യത്തിൽ പിതാവിനെ നിരന്തരം സ്തുതിക്കുന്നതിനും നമുക്കിടയാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, മെത്രാൻ്റെ കൈവയ്പ് വഴി ബ്രദർ ആഷ്ലി കുര്യാക്കോസ്, പ്രിയ സഹോദരങ്ങളെ, മിശിഹായുടെ കൃപയാൽ സത്യജ്ഞാനം വഴി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ
നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിവേശിപ്പിക്കട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, പൂർണ്ണ വിശുദ്ധിയോടുകൂടി നിന്റെ ശുശ്രൂഷയിൽ എന്നും നിലനിൽക്കുവാൻ ശുദ്ധതയാകുന്ന കെട്ടുകൊണ്ട് ഈ ദാസരെ ബന്ധിക്കണമേ. ആമേൻ. പൗരോഹിത്യമേ, കൊതിയോടെ ഞാൻ വരുന്നു. പുണ്യ പൗരോഹിത്യമേ, കൊതിയോടെ ഞാൻ വരുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തിന്റെ പദവികൾ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക കർമ്മം ബലഹീനരായ ഞങ്ങളുടെ കരങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരായ ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ.
ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർമ്മിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുപടിലൂടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനം നമ്മോട് കൂടി. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ എന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കുന്നു.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിൽ അടുത്തിരുന്ന് തൃപ്തി വരുവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരുത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്ത് നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുവന്ന് ഒരുക്കി വെക്കുമ്പോൾ അത് ദിനംപ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടി ആയിരിക്കും. മോശയും അഹരോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പുറവുറുക്കൽ കർത്താവ് കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ ആവലാതികൾ കേൾക്കാനായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. അനന്തരം മോശ അഹരോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവിൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. അഹരോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ അവർ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ അത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷിക്കാനായി തന്നിരിക്കുന്ന അപ്പമാണിത്. എന്റെ സഹോദരരെ, യേശുവിൻ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന ഒരു ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങൾ കൈകൾ കൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ഞങ്ങളുടെ കർത്താവായ ദൈവങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുണ്ട്. മധുര സ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മാ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു. സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും എന്റെ സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. പിതാവിനെ
ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യന്മാരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ചു. ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രോകാരോസ്, നിക്കാനോർ, തീമോൻ, പർമാനോസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കാലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അവരെ അപ്പസ്തോലന്മാരുടെ മുൻപിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. ദൈവവചനം പ്രചരിപ്പിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. രാജാവിൻ തിരുമുമ്പിൽ ഒഴുക്കിടട്ടെ അനുഗ്രഹപൂരിത കവിത തൂലിത താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി, അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും ഈശോ അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലകി മാറ്റി ഒരു കച്ച എടുത്ത് അരയിൽ ചുറ്റി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന കച്ച കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ പാദങ്ങൾ കഴുകുകയോ? ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് നീ അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദങ്ങൾ കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കുണ്ടായിരിക്കുകയില്ല. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. ഈശോ പ്രതിവദിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്. എന്നാൽ എല്ലാവരുമെല്ലാം തന്നെ ഒറ്റുകൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു,
ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്ന് വിളിക്കുന്നു, അത് ശരി തന്നെ. നിങ്ങൾ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീത. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. അഭിനന്ദനാവേ, വന്യവൈദികരെ, വൈദിക വസ്ത്രവും കാവായ പട്ടവും സബ് ഡീക്കൻ പട്ടവും ഡീക്കൻ പട്ടവും സ്വീകരിക്കുവാനായി ദേവാലയത്തിൽ വന്നിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആദ്യമായി തന്നെ ഇന്ന് തിരുപ്പട്ടങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദ പിതാവിൻ്റെയും രൂപത വൈദികരുടെയും അൽമായരുടെയും പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. നിങ്ങൾ ഇന്ന് സ്വീകരിച്ച ഈ തിരുപ്പട്ടങ്ങളോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ബാക്കി പട്ടങ്ങളും സ്വീകരിച്ച് മരണാവസാനം വരെ വിശുദ്ധരായിട്ട് നിങ്ങളുടെ വിളിയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറിയ പട്ടങ്ങളും വലിയ പട്ടങ്ങളും കൊടുക്കുന്ന അവസരത്തിൽ വചന സന്ദേശം പറയുവാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് തോന്നിയ നമ്മളൊക്കെ കേട്ടിട്ടുള്ള, നമ്മളൊക്കെ എല്ലാ പൗരത്വ സ്വീകരണത്തിൽ അല്ലെങ്കിൽ ഫോർമേഷൻ ടൈം പ്രാവശ്യം കേട്ടിട്ടുള്ള ചില ചിന്തകൾ, എനിക്ക് വളരെ ബോധ്യം തോന്നിയിട്ടുള്ള ചിന്തകൾ, 2-3 ചിന്തകൾ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ എന്നാണ് ആഗ്രഹിക്കുക. ഇന്ന് നമ്മൾ ചെറിയ പട്ടങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം അവരെ വലിയ വസ്ത്രം ധരിപ്പിച്ചു, മറ്റുള്ളവർക്ക് കൊത്തിനെയും സുനാറയും കൊടുത്തു, ഡീക്കന്മാർക്ക് കുറച്ചുകൂടി അവരുടെ സ്റ്റെപ്പ് കൂട്ടിക്കൊടുത്തു. പഴയ നിയമത്തിൽ നമ്മൾ അഹ്റോന്റെയും പുത്രന്മാരെയും നല്ല അവരെ ആദ്യം വെള്ളം കൊണ്ട് കഴുകി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അവരെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണുവാനായിട്ട്. അതിലൊരു പൂർണ്ണത എന്നുള്ള നിലയിൽ വരുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് വായിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോ അന്ത്യ അത്താഴത്തിലെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിക്കുന്നത്. ആ പഴയ പൗരോഹിത്യത്തിൽ നിന്ന് പുതിയ പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ ആ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് കാണുന്നത് ഇവിടെയാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തന്റെ അന്ത്യത്താഴത്തിൽ ഓരോ ശിഷ്യന്മാർക്കും കൃത്യമായിട്ട് കൽപ്പന കൊടുക്കുന്നതും ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിക്കുന്നതും. ആദ്യമായിട്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഓർമ്മിപ്പിക്കുവാനുള്ളതും ഇതാണ്: യു ആർ നോട്ട് കോൾഡ് ടു റൂൾ ബട്ട് ടു മിനിസ്റ്റർ. പലപ്പോഴും നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ നമുക്ക് ഇതുകളൊക്കെ കിട്ടി വരുമ്പോൾ, ഒത്തിരിയേറെ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ലഭിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാനിടയുള്ള ഒരു വലിയ സത്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ, പുതിയ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വലിയ വസ്ത്രം സ്വീകരിച്ച്, കാറായപ്പട്ടം സ്വീകരിച്ച്, ഉപയം സ്വീകരിച്ച്, ഡീക്കപ്പട്ടം സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ ശുശ്രൂഷയുടെ ഓരോ പടി കയറുകയാണ്. ഞാൻ കുറെ കൂടെ എളിമയുള്ളവനായിട്ട് യേശുവിനെ പോലെ ദൈവജനത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം ആവർത്തിച്ച് സഭാമാതാവ് നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്ത് ശുശ്രൂഷ എന്നാണ് നമ്മുടെ ചിന്ത? വാട്ട് മിനിസ്ട്രി ഓർ സർവീസ് ഐ ഹാവ് ടു ഡു ടു മൈ പീപ്പിൾ. വളരെ കൃത്യമായിട്ട് പറയാം. നമുക്കൊരു ബാക്കി സോഷ്യൽ ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമില്ല. ഭൗതികമായിട്ട് ഒരു ശുശ്രൂഷയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ജനങ്ങൾ. ഒറ്റ കാര്യം, ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ, സ്പിരിച്വൽ മിനിസ്ട്രി. അത് ജനങ്ങൾക്ക്, ദൈവജനത്തിന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും അത് നമ്മിൽ നിന്ന് അവർക്ക് സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ കടമയുമാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും സ്പിരിച്വൽ ഡ്യൂട്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് തന്നെ ഇപ്പൊ നമ്മളൊക്കെ വിട്ടുപോയ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സ്പിരിച്വൽ മിനിസ്ട്രി, ആത്മീയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ട് തന്നെ
ഡിഫൈൻ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു? ദൈവജനത്തെ നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ആത്മീയ ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. പരമപ്രധാനമായിട്ട് കൂദാശ അനുകരണങ്ങളും ഇത് പരികർമ്മം ചെയ്തുകൊണ്ട് ജനത്തെ നിത്യജീവനിലേക്ക് നയിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാൻ പ്രിയപ്പെട്ടവരെ. ചിലപ്പോഴൊക്കെ നമ്മുടെ പൗരോഹിത ജീവിതം നമ്മൾ ഒന്ന് നോക്കിക്കാണുമ്പോൾ ഈ ഒരു ഡയമെൻഷനിൽ നമുക്ക് എവിടെയൊക്കെയോ ചിലപ്പോഴൊക്കെ കുറവ് വന്നു പോയിട്ടുണ്ടോ എന്ന് ലോകം നമ്മോട് വിളിച്ചു പറയുന്നതായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കണം. ആത്മീയമായുള്ള ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ പലപ്പോഴും ആ ഒരു മേഖലയിലെ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവജനം ആഗ്രഹിക്കുന്ന തരത്തില് പെർഫോം ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ പൗരോഹിത്യം എന്നും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഓർക്കുക, നമ്മൾ വിളിക്കപ്പെട്ടുള്ളത് ജനത്തിന് ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ്. ഇനിയും ആത്മീയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഓർക്കുന്ന കാര്യം, ദൈവം എന്നെ വിളിച്ച് ഈ ഒരു സ്ഥിതിയിൽ എത്തിച്ചതുകൊണ്ടാണ് ഈ ഒരു ശുശ്രൂഷ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ദൈവം എന്നെ വിളിച്ചുവെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ കഴിവുകേട് കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നമുക്ക് പറ്റുന്ന പലപ്പോഴും വലിയൊരു തെറ്റാണ് അതിന്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്റെ കപ്പാസിറ്റി കണ്ടുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ചാണ്. നീ അഹങ്കരിക്കാതിരിക്കാൻ, ഞാൻ അഹങ്കരിക്കാതിരിക്കാനായിട്ട് കഴിവ് കുറഞ്ഞവരെ ലോകത്തിന്റെ മുൻപില് അത്രയെ ശോഭിക്കാത്ത വ്യക്തികളാണ് ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത് എന്ന് എനിക്ക് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുവോ, അന്ന് എന്റെ പൗരോഹിത്യം പൂവണിക്കും. ഇതിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഉദാഹരണം നമുക്ക് പഴയ നിയമത്തിന് മുഴുവൻ കാണാനായിട്ട് സാധിക്കും. എല്ലാ പ്രവാചകന്മാരെ വിളിക്കുമ്പോഴും, മോശയെ വിളിക്കുമ്പോഴും ഞങ്ങളൊക്കെ അയോഗ്യരാകുന്നു. മോശ പറഞ്ഞാൽ വിക്കൻ, യേശയ്യ പറഞ്ഞ അതിനുള്ള അശുദ്ധം, ജെറമ്യ പറഞ്ഞ ഞാൻ ബാലൻ, ആമോസ് പറഞ്ഞാൽ അട്ടിടയനാണ്, തെക്കോക്കാരനാണ്. അവർക്കൊക്കെ അവരുടെ കുറിച്ച് വലിയ ബോധ്യം ഉണ്ടായിരുന്നു. പുതിയ വിളിച്ച് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അത്ര ഞങ്ങൾ മീൻപിടുത്തക്കാരാണ്, സമൂഹത്തിലെ വലിയ സ്റ്റേറ്റുള്ള ആളുകളൊന്നുമല്ല. ഈ ഒരു വലിയ ബോധ്യം ദൈവം കഴിവ് കുറഞ്ഞവരെ വിളിച്ചുകൊണ്ട് അവന്റെ കഴിവുകേടുകളെ അവന്റെ നിറവുകളാക്കി മാറ്റിയിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുമ്പോഴാണ് അവർ വലിയ വ്യക്തികളായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോഴെങ്കിലും ആ ഒരു വലിയ സത്യം മറന്നുകൊണ്ട് ഞാൻ എന്റെ കഴിവിൽ ആശ്രയിക്കുന്ന നിമിഷങ്ങളിലെ എന്റെ പൗരോഹിത്യത്തിന്റെ ശോഭ കെട്ടു തുടങ്ങുമെന്നുള്ള ആ ഒരു വലിയ സത്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇന്നിപ്പോ നിങ്ങളോട് വചനം പങ്കുവയ്ക്കുന്ന ഞാനാണ്. സാധാരണയ്ക്ക് എല്ലാ പ്രാവശ്യവും നമുക്കറിയാം അഭിമന്യ പിതാവാണ് പങ്കുവയ്ക്കുന്നത്. പിതാവിന് ശാരീരിക ചില അസ്വാസ്ഥ്യമുള്ളതുകൊണ്ട് പിതാവ് പങ്കുവയ്ക്കുന്നില്ല. അതുകൊണ്ട് പിതാവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് രൂപതയിൽ ഏറ്റവും നല്ല അച്ഛനാണെന്നല്ല എനിക്കറിയാം. ഏറ്റവും നല്ല വചനം പ്രസംഗനും അല്ല, എനിക്ക് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഈ ചാൻസലറായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വന്നുപെട്ട ഒരു സംഭവമാണ്. ഓരോ പുരോഹിതന്റെ ജീവിതമൊക്കെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ജനങ്ങളെ ഒത്തിരിയേറെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം ഞാനും നിങ്ങളും ദൈവത്താൽ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടുകൊണ്ടാണ് ഈ വലിയൊരു ആദരവും സ്നേഹവും ബഹുമാനവും സൗകര്യങ്ങളും അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അത് മറന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഞാൻ പറഞ്ഞു ശോഭ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ അച്ഛന്മാരെ കാണുമ്പോൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുക സാധാരണഗതിക്ക്? ഈശോ മിശിഹായ്ക്കും അച്ഛനുള്ള സ്തുതി. ഈശോ മിശിഹായ്ക്കും അച്ഛനിൽ അവർ ഈശോയെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അച്ഛനിൽ ദൈവജനം ഈശോയെ കാണുന്നുണ്ടെങ്കിൽ ഈശോ ദൈവജനത്തിന് ഈശോയെ കാണിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം അച്ഛനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് തന്നെയാണ് ഓരോ പ്രാവശ്യവും ദൈവജനം നമ്മളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഓർമ്മിപ്പിക്കുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ എപ്പോഴും ഓശാന ആരാധന പറയുന്ന കഥയൊക്കെ ഉണ്ട്. കർത്താവ് കയറി കഴുത പിറ്റേ ദിവസം നടന്നുപോയി നമ്മൾ പറയില്ലേ. നമ്മൾ എന്ന് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പോകുമ്പോഴും നമുക്ക് ആ ഒരു വലിയൊരു പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അവസാനിപ്പിക്കുന്ന ഡീക്കന്മാരെ പ്രത്യേകം രണ്ടു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡീക്കന്മാർക്കുന്ന പട്ടങ്ങൾ സ്വീകരിക്കുമ്പോൾ വലിയ പട്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വലിയ ഒരു മാറ്റമൊന്നുമില്ല അല്ലേ.
കാരണം വെസ്റ്റീഷൻ കിട്ടിയവർക്കാണെങ്കിൽ ഉടുപ്പിട്ടു, അതൊരു വലിയൊരു മാറ്റം. മറ്റവർക്കാണെങ്കിൽ സുണാറ ഊറതൊക്കെ കിട്ടി, ഊറാറയും കിട്ടി. സബ് ഡീക്കനും ഡീക്കനാവുന്നവർക്ക് ആകെ ഊറാറും തിരിച്ചിടുന്നത് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങളില്ലെങ്കിൽ പോലും ആത്മീയമായിട്ടുള്ള വലിയ ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് സഭ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നത് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നു വരുന്ന ആ പ്രാർത്ഥനകളില് അത് വളരെ കൃത്യമായിട്ട് സഭ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുള്ള അവസാനത്തെ ലേഖനവാനികളോട് കൃത്യമായിട്ട് ഡീക്കന്മാരെന്ന് പറയുന്നുണ്ട്, ദൈവജനത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് സമയം കിട്ടില്ലെന്നറിയാം, എന്നാലും സമയം കിട്ടുമ്പോൾ നമ്മുടെ കൈവപ്പ് പ്രാർത്ഥനകളൊന്ന് വായിച്ച് ധ്യാനിക്കുന്നതായിരിക്കും ജാക്സൺ ആൽബിനും ഒക്കെ വല്ലപ്പോഴും. എങ്കിൽ അവസാനത്തെ ഒരു പ്രാർത്ഥന, എല്ലാ ശുശ്രൂഷ കഴിഞ്ഞ അവസാനം നെറ്റിൽ കുരിശാരാധന വരച്ചുകൊണ്ട് പിതാവ് പറയുന്ന പ്രാർത്ഥന വായിക്കാൻ ചെറുതായതുകൊണ്ട് തന്നെ സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും വെരി എക്സ്പ്ലിസിറ്റ് യു ആർ കോൾ ടു സെർവ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. എസ്തപ്പാനോസിനെടുത്ത ലേവായ ശുശ്രൂഷ, യു ആർ കോൾ ടു ദ ലേവൈറ്റ് പ്രീസ്റ്റ്ഹുഡ്. വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഓരോ ഡീക്കനെയും വിളിച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ട് സഭയിൽ ദേവാലയ ശുശ്രൂഷയ്ക്കായിട്ട് ദേവാലയ ബന്ധിയുമായുള്ള കാര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനാണ് ഓരോ ഡീക്കനെയും പ്രത്യേകമായിട്ട് സഭ വിളിച്ച് അഭിഷേകം ചെയ്യുന്നത്. അതല്ലാതെ ബാക്കി കുറെ കാര്യങ്ങൾ ചെയ്യാനല്ല. നമുക്കിപ്പോൾ ചിലപ്പോഴും കാണുന്ന കാഴ്ച എന്താണ്, ബാക്കി കാര്യങ്ങൾ തിരക്ക് മൂലം മെയിനായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. അല്ല, പലപ്പോഴും ഒരു കൾട്ടിക് പ്രീസ്റ്റ്ഹുഡാണ്, സാക്രമെന്റ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തെറ്റിദ്ധാരണയൊക്കെ ചിലപ്പോഴെങ്കിലും പറയും അല്ലെങ്കിൽ കേൾക്കാം. പക്ഷേ വിശുദ്ധ പട്ടം നൽകുന്ന സമയത്തുള്ള പ്രാർത്ഥന സഭ തന്റെ ചിന്തകളും മൈൻഡ് വളരെ കൃത്യമായിട്ടാണ് പ്രിയ സഹോദരന്മാരെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിഷൻസാന പട്ടം സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകം വിളിക്കപ്പെട്ട, മാറ്റിവെക്കപ്പെട്ട, പരിപൂർണനാക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ ഒരു വലിയ വിളിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ കടക്കുമ്പോൾ നമ്മുടെ മറ്റു കാവായ പട്ടങ്ങളും സബ്ഡേക്കിന് ടിക്കൻ പട്ടം കൊടുക്കുന്ന നമ്മൾ കടക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വിളിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കഴിവുകേട് കൊണ്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജനത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നുള്ള ആ വലിയൊരു ബോധ്യത്തിലേക്ക് അനുദിനം വളരുന്നതിനുള്ള കൃപയ്ക്കായിട്ട് കൂടി നമുക്ക് ഈ തിരുക്കർമ്മങ്ങളുടെ സമയത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളെ വിളിച്ച ഈശോ നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഭക്ത്യാദരവോടെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സഹോദരന്മാരെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കുവാനും സഹോദരന്മാരെ വിശദീകരിക്കണമേ. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുവാനും അതിന് അനുഗുണമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവജനത്തെ പ്രബോധിപ്പിക്കുവാനും സഹോദരന്മാരെ വിശദീകരിക്കണമേ. ദിവ്യബലിയിൽ വിശ്വാസികളെ സജീവമായി പങ്കെടുപ്പിക്കുവാനും അരൂപിയിലും സത്യത്തിലും ആരാധിക്കുവാൻ അവരെ സഹായിക്കുവാനും സഹോദരന്മാരെ വിശദീകരിക്കണമേ. അടയാളമായ സാഹോദര്യം എന്നും പരിപോഷിപ്പിക്കുവാനും ക്രിസ്തീയ പരസ്നീയ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും സഹോദരന്മാരെ വിശദീകരിക്കണമേ. പ്രഥമ രക്തസാക്ഷിയും ശംശാനയുമായ വിശുദ്ധ എസ്തപ്പാനോസിനെയും സഹപ്രവർത്തകരെയും പോലെ നിന്റെ പരിശുദ്ധാരൂപിയെ സമൃദ്ധമായി സ്വീകരിക്കുവാനും വരവേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ സഭയുടെ നന്മയ്ക്കായി നിർവഹിക്കുവാനും സഹോദരന്മാരെ വിശദീകരിക്കണമേ. ദൈവജനത്തോട് ചേർന്ന് സഭയിൽ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനും ദേവാലയ ശുശ്രൂഷയിൽ വിശ്വസ്തയോടെ സഹായിക്കുവാനും സഹോദരന്മാരെ വിശദീകരിക്കണമേ. നിയമവും പ്രവചനങ്ങളും ദൈവജനത്തെ അറിയിക്കുന്നതിനും നിന്നെപ്പറ്റിയുള്ള വിശിഷ്ട ജ്ഞാനത്തിലേക്ക്
അവരെ നയിക്കുന്നതിനും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാലെ സഹോദരന്മാരെ വിശുദ്ധീകരിക്കണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ ദാസർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെയും മറ്റെല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് ലഭിക്കുവാനാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പൂർത്തിയാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മെത്രാന്റെ കൈവപ്പ് വഴി ബ്രദർ ആഷ്ലി കുര്യാക്കോസ് വടക്കേ വീട്ടിൽ, ബ്രദർ ജിൻസ് അബ്രാഹം കണ്ണാടിപ്പാറ, ബ്രദർ സിൽജോ മത്തായി നടക്കൽ, ബ്രദർ ജെറിൻ തോമസ് തായത്ര, ബ്രദർ അഖിൽ മാത്യു കളപ്പുരയ്ക്കൽ, ബ്രദർ ആൽബർട്ട് വലിയ വീട്ടിൽ, ബ്രദർ ഡീക്സൺ ജോസഫ് ചിരിയങ്കണ്ടത്ത്, ബ്രദർ ജോജോ വർഗീസ് പൈക്കാടൻ എന്നീ സഹോദരന്മാർ കാറോയ പട്ടം സ്വീകരിച്ച് തിരുസഭയിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിന് നിയോഗിക്കപ്പെടുവാൻ പോകുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തോട് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ ശ്രേഷ്ഠമായ തിരഞ്ഞെടുപ്പ് വഴി ഈ ദാസരെ വിശുദ്ധീകരിച്ച് സ്വീകരിക്കണമേ. അങ്ങയുടെ ഏകജാതന കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസർ ജീവിതകാലം മുഴുവനും നിർമ്മലരായി സംരക്ഷിക്കപ്പെടട്ടെ. അങ്ങയുടെ പരിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് മുമ്പാകെ ദൈവവചനം വായിക്കുന്നതിനും ഫലമേൽപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ കാരുണ്യത്താൽ ഇവരെ യോഗ്യരാക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മിശിഹായെ പറ്റിയുള്ള വിശ്വസ ജ്ഞാനത്തിലേക്ക് ദൈവജനത്തെ ആനയിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. സഹോദരരെ, മെത്രാന്റെ കൈവയ്പ് പ്രാർത്ഥന വഴി ബ്രദർ അഖിൽ മാത്യു കളപ്പുരയ്ക്കൽ, ആൽബർട്ട് വലിയ വീട്ടിൽ, ബ്രദർ ഡിക്സൺ ജോസഫ് ചിരിയൻകണ്ടത്ത്, ജോജോ വർഗീസ് തൈക്കാടൻ, ആൽവിൻ വർഗീസ് കൂനമ്മാവ്, ബ്രദർ ജാക്സൺ സെബാസ്റ്റ്യൻ അട്ടിച്ചിറയിൽ എന്നീ സഹോദരന്മാർ ഹോപ്പതിയാക്കന പട്ടം സ്വീകരിച്ച് തിരുസഭയിൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുവാൻ പോകുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തോട് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ ദാസരെ തീർക്കാൻ പാർക്കണമേ. അങ്ങയുടെ കൃപാധിക്യത്താൽ പരിശുദ്ധമായ തിരഞ്ഞെടുപ്പ് വഴി ഇവരെ സ്വീകരിക്കണമേ. തിരുസഭയിൽ കുറവുകൾ പരിഹരിക്കുന്നതിന് കാരുണ്യപൂർവ്വം ഇവരെ യോഗ്യരാക്കണമേ. പരമാർത്ഥ ഹൃദയത്തോട് നിർമ്മല മനസാക്ഷിയോടും കൂടി കളങ്കരഹിതരായി അങ്ങയുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള വരം കാരുണ്യപൂർവ്വം ഇവർക്ക് നൽകുകയും ചെയ്യണമേ. അങ്ങയുടെ ഏകജാതന്റെ അനുഗ്രഹത്താലും കൃപയാലും അങ്ങയുടെ ജ്ഞാനം വഴിയായി എല്ലാ സുഹൃത്തുക്കളും ഇവരിൽ സമ്പൂർണ്ണമാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും 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 ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധിയോടെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവ് നിങ്ങളെ യോഗ്യരാകട്ടെ. ആമേൻ. ബലിയർപ്പണത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
എന്ന് സങ്കീർത്തനങ്ങൾ നിങ്ങൾ ആലപിക്കുവിൻ. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ എന്നേക്കുമായി നീക്കിക്കളയട്ടെ. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ എന്നേക്കുമായി നീക്കിക്കളയട്ടെ. വാഴുന്നതിരോ ആവനമാനിൻ മാമലയെങ്കിൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആദി ഭൂവിൽ നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാനിൻ മാമലയെങ്കിൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആദി ഭൂവിൽ വ്യാപാരത്തിൽ നിഷ്കന്മശരും ന്യായം മാത്രം നോക്കുന്നവരും വ്യാപാരത്തിൽ നിഷ്കന്മശനും ന്യായം മാത്രം നോക്കുന്നവരും സത്യം തന്നെ പറയുന്നവനും വഞ്ചനനാവിൽ തീണ്ടാത്തവരും സത്യം തന്നെ പറയുന്നവരും വഞ്ചനനാവിൽ തീണ്ടാത്തവരും നിൻഗേഹത്തിൽ വാഴുന്നതിരോ പാവനമാനിൻ മാമലയെങ്കിൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആദി ഭൂവിൽ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ മധുബഹായിൽ നൽകപ്പെട്ടതും എല്ലാ തലമുറകളിലും ആരാധകർക്ക് നൽകപ്പെടുന്നതുമായ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ വിശിഷ്ടമായ സഹായം അത് സ്വീകരിക്കുവാൻ ആഗ്രഹിച്ച് അങ്ങയുടെ മുമ്പാകെ ആരാധന നടത്തുന്ന അങ്ങയുടെ ദാസരെ വലയം ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ, ഞാനവ പാലിച്ചുകൊള്ളാം. കൽപ്പന കാത്തു നടന്നിടുവാ നാഥാ നൽകണമഭ്യാസം
നിൻ വചനം കാത്തെന്നും നിൻ ആഗ്രഹപൂർത്തി വരും താഞ്ഞാ. നാഥാ നിന്നുടെ ദാനത്തിൻ നിധി അപഹൃതമായി തീരായി വാ. ഇന്ദ്രിയവാതിൽക്കൽ പാലകരെ നിയമിക്കണമേ. കർത്താവേ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. നീതിപൂർവ്വം അതിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. കൽപ്പന കാത്തു നടന്നിടുവാൻ നാഥാ നൽകണമഭ്യാസം. നിൻ വചനം കാത്തെന്നും നിൻ ആഗ്രഹപൂർത്തി വരും താഞ്ഞാ. നാഥാ നിന്നുടെ ദാനത്തിൻ നിധി അപഹൃതമായി തീരായി വാ. ഇന്ദ്രിയമാം തുറവാതിൽക്കൽ പാലകരെ നിയമിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ആഗമനത്തിലുണർന്നവരായി കാണും ഭൃത്യജനത്തിനവൻ വാഗ്ദാനം ചെയ്തൊരു ഭാഗ്യം നിങ്ങൾക്കും കരഗതമാകാം. അരകൾ മുറുക്കിയൊരുക്കമോടെ തെളിയെ കത്തും ദീപവുമാ നിദ്ര വെടിഞ്ഞു സദാ നിറയും ജാഗരമോടെ വസിച്ചിടുവിൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മധുബഹായുടെ മുമ്പിൽ പ്രണമിക്കുന്ന ഈ ദാസരുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആരാധകർക്ക് ധാരാളമായി പ്രദാനം ചെയ്യണമേ. അങ്ങ് കാരുണ്യപൂർവ്വം തെരഞ്ഞെടുത്ത ഇവരെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾക്ക് നിർമ്മലമായ വാസസ്ഥാനവും ദൈവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ഉത്സാഹിയായ ശുശ്രൂഷമാരുമാകുവാൻ ഇവരെ പൗത്രീകരിക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. കർത്താവേ, നിൻ ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, നിന്റെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, നിൻ ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ നിൻ ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, കരുണാസമ്പന്നനും അനുഗ്രഹ സമർത്ഥനുമായ കർത്താവേ, ഔന്നത്യമായ അങ്ങയുടെ കാരുണ്യത്താൽ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി എന്നെ അങ്ങ് നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ നൽകുവാൻ വേണ്ടിയാണല്ലോ. കർത്താവെ, സഭാ ശുശ്രൂഷ കൈവപ്പ് വഴി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ലൈംഗിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശംശാനന്മാരായി തീരുന്നതിന് ഇവരെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇവരിൽ ഇറങ്ങി വന്നും അങ്ങയുടെ ഏകജാതന അനുഗ്രഹത്താലും കരുണയാലും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇവർ പരിപൂർണരാക്കപ്പെടട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ ശംശാനന്മാരായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തരായിരിക്കുന്ന ഹൗപ്പതിയാക്കന്മാരായ ബ്രദർ ആൽബിൻ വർഗീസ് വനമാവ്, ബ്രദർ ജാക്സൺ സെബാസ്റ്റ്യൻ അറ്റിച്ചിറയിൽ എന്നിവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലവാനും സർവശക്തനായ ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്നവരോടും പ്രമാണങ്ങൾ അനുസരിക്കുന്നവരോടും കൃപാപൂർവം ഉടമ്പടി പാലിക്കുന്ന അങ്ങ് സത്യവാനും പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം വഴി യഥാർത്ഥ ജ്ഞാനം അങ്ങ് സകല മനുഷ്യർക്ക് നൽകി. വിശുദ്ധ സഭയെ അങ്ങ് തിരഞ്ഞെടുത്തു. ദീർഘദർശികളെയും സ്ലീഹന്മാരെയും പുരോഹിതന്മാരെയും ഉപദേഷ്ടാക്കളെയും വിശുദ്ധിയുടെ തികവിനായി അങ്ങ് നിയോഗിച്ചു. എസ്തഫാനോസിനെയും അവന്റെ സഹപ്രവർത്തകരെയും തിരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധവും സുത്യർഹവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് വേണ്ടി വിശുദ്ധന്മാരായ സംസ്ഥാനമാരെയും അങ്ങ് സഭയിൽ നിയോഗിച്ചു. എന്റെ കർത്താവേ, ഈ ദാസർ അങ്ങയുടെ വിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമാരായി തീരുന്നതിനും പരമാർത്ഥ ഹൃദയത്തോട് നിർമ്മല മനസാക്ഷിയോടുകൂടി അങ്ങയുടെ പരിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ജീവദായകവും ദൈവികമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി നീതിയുടെ പ്രവർത്തികളാൽ ഇവർ പ്രശോഭിതരാകുന്നതിനും വേണ്ടി അങ്ങയുടെ കരുണയാൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഈ കൈവപ്പ് വഴി ഇവർക്ക് നൽകണമേ. തിരുസഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ അങ്ങയുടെ ജനസമക്ഷം ഇവർ വായിക്കുകയും തങ്ങളുടെ മാതൃകയും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി ഫലമേൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ മുമ്പാകെ ഇവർ അനുഷ്ഠിക്കുന്ന വിശുദ്ധവും നിർമ്മലവുമായ ശുശ്രൂഷയ്ക്ക് പ്രതിസമ്മാനത്തിന്റെ ദിവസത്തിൽ സ്വർഗീയ നന്മകൾ അങ്ങയിൽ നിന്നും കൈക്കൊള്ളുവാൻ ഇവർ അർഹരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ
പരിശുദ്ധിയുടെ പ്രഭയാൽ അങ്ങയുടെ ദാസനെ പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ മനോഹരമായ പ്രവൃത്തികളാൽ ഇവരുടെ ആത്മാക്കളെ അലങ്കരിക്കുകയും ചെയ്യണമേ. സഭയിൽ വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുവിൻ. നിങ്ങളുടെ മാതൃകയും നിർദ്ദേശങ്ങളും വഴി വിശുദ്ധിയുടെ സമൃദ്ധമായ ഫലങ്ങൾ സഭയിൽ ഉളവാകട്ടെ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തഫാനോസിനെടുത്ത ദയവായ ശുശ്രൂഷയ്ക്കുമായി ജാക്സൺ സെബാസ്റ്റ്യൻ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സഭയിൽ ശുശ്രൂഷയുടെ നിർവഹണത്തിനും എസ്തഫാനോസ് ലേവായ ശുശ്രൂഷയ്ക്കുമായി ആൽവിൻ വർഗീസ് വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ദാസർക്കാത്മീക നാണയമാ ദാസർക്കാത്മീക നാണയമാ കക്രാനൽകിയ മിശിഹായി നിൻ തുണ ചിന്തുക നിന്നാമം കൈക്കൊണ്ടവരാം ദാസരിൽ നീ ദാസർക്കാത്മീക നാണയമാ കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ ആധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. ദാസർക്കാത്മീക നാണയമാ ദാസർക്കാത്മീക നാണയമാ കക്രാനൽകിയ മിശിഹായി നിൻ തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവരാം ദാസരിൽ നീ ദാസർക്കാത്മീക നാണയമാ കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. നരരക്ഷകനാം മിശിഹായി ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീ താൻ ശോഭനമാക്കുന്നു
ശക്തിയിലും നിൻ ബുദ്ധിയിലും നരരക്ഷകനാം മിശിഹായേ. നീ താൻ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിപ്പൂ. നീ താൻ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിപ്പൂ. ആരാധകരാം ദാസനെ നീ പാരം ബലവാനാക്കണമേ. ആരാധകരാം ദാസരെ നീ പാരം ബലവാനാക്കണമേ. നരരക്ഷകനാം മിശിഹായേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങൾ നിന്നെ വിളിക്കുന്നു നാഥാ. കൃപയും അനുഗ്രഹവും ഭണ്ഡാരത്തിൽ നിന്നിവരിൽ ലോപമിഴാതെ ഒഴിഞ്ഞാലും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. ഞങ്ങൾക്കറിയാം അഖിലേശ നീ താൻ പാപവിമോചകനും. ഞങ്ങൾക്കറിയാം അഖിലേശ നീ താൻ പാപവിമോചകനും. ഭൂതദയാമയ മാനസനും കാരുണ്യാർദ്രമഹാശയനും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നീതിയുടെ സേവനത്തിനായി നിങ്ങളെ എന്നേക്കും പൂർണ്ണരാക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണ
വിശുദ്ധ ബലിപീഠം നിങ്ങളുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയമരിച്ച നീതിമാന്മാരുടെയും മകളുടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും സുദൃഢമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും എതിര് ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാദനപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ദൈവവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും വിശ്വാസങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സ്മാരമിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കൃപാനയുടെ കരങ്ങൾ വെളിപ്പെടുത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്വീകരണമാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നുവെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും വത്സരവിധ കാലങ്ങളിൽ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതലയന്മാർക്കു വേണ്ടിയും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന എല്ലാ ദാസന്മാർക്കും
വിശ്വാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് എന്തിരുവസ്ത്രം സ്വീകരിക്കുകയും വലിയ പട്ടണങ്ങളും ചെറിയ പട്ടണങ്ങളും സ്വീകരിക്കുകയും ചെയ്ത എല്ലാ സഹോദരന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിലും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തരകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ മാനസം വഴി സമാന സമൃദ്ധമാവുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും അങ്ങയുടെ മഹത്വമേൽ തിരുച്ചുത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അവരുടെ സകലത്തെയും ഒരുപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവന്മാരുടെ ശ്രാപ്യന്മാരുടെ ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉമ്മായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ
ദാവീദിൻ സുതരോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുവരാജാവായി വീണ്ടും വരുവോത്തും ധന്യൻ ഉന്നത വീതിയിലോസാന സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സുദൃശ്യനും അങ്ങയിൽ തന്നെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവർ തന്നെ ജനനെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തമായ ആത്മാവോടും അർത്ഥമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, സമർപ്പിതന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായതും വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നര്യവും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ നയിച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ഇതിനെ പ്രീതിപ്പെടുത്ത എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നു മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ
ജീവനുള്ള അപ്പമാകുന്നു. സോഹൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യവിനാ സ്വർഗത്തിൽ നിന്നാകരമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ എന്നിൽ നിത്യം ജീവിക്കും േരുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചും കൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുത്വത്തിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപ്പോലും ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ നീ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയവനെ വിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിങ്ങളുടെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും എല്ലാ സമയവും
അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശ്വരയുടെ കൃപാവലും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അലിയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, നവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാഥേയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയോ, സർവം അർപ്പിക്കാൻ എന്നിൽ അലിയൂ. നീക്കണമേ കരകൾ, സുരിയണമേ കൃപകൾ. നീക്കണമേ കരകൾ, സുരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അലിയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, നവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാഥേയമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും ഒക്കെ സൃഷ്ടിച്ച എല്ലാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണബോധനം ഞങ്ങളുടെ വംശത്തിന് സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളും സകല നന്മയും കൃപയും ഞങ്ങളുടെ വിശുദ്ധ ഭവനത്തിലും അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരണത്തിന്റെയും സഹായവും ആരാധ്യമായ നിഗൂഢവും സ്തുത്യർഹമായ ശക്തിയും ബലിഹീനരായ അങ്ങയുടെ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീയായുധമായ കുരിശിന്റെ ശക്തിയും
ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്നാപക യോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായം ആയിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്ത്രീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥന സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവനും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരുമായ വിശുദ്ധയോദ്ധാക്കളുടെ ആജ്ഞകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രഥമ സാക്ഷിയായ മാർ എസ്തഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അദായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവറീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റു മതപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവരും ഭൂവാസികളാൽ ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരുമായ കർത്താവേ, ഔർണ്യമായ അങ്ങയുടെ അനുഗ്രഹത്താലും അപരിമയമായ നന്മയാലും എസ്തഫാനോസിനെയും കൂട്ടുകാരെയും എന്നതുപോലെ വിനയപൂർവ്വം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസന്മാരുടെ മേൽ കൃപ ചൊരിയണമേ. ജീവിതകാലം മുഴുവനും സഭയിൽ ശുശ്രൂഷ ചെയ്ത് ഇവർ അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നതാണ്. നിരവധി വർഷങ്ങൾ കൊണ്ട് പൗരത്വത്തെക്കുറിച്ച് ഞങ്ങൾ കണ്ട സ്വപ്നങ്ങൾ പൂവണിയുന്നതിൻ്റെ ആദ്യപടിയായി ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുകയാണ്. പറഞ്ഞാൽ തീരാനാവാത്ത നന്ദിയോടെ. ആദ്യമായി തന്നെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് വളർത്തുന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പൗരത്വത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നടന്ന് ലക്ഷ്യസ്ഥാനം കാണിച്ചു തരുവാനായി ഞങ്ങൾക്കൊപ്പമായിരിക്കുകയും ഇന്നത്തെ ഈ അനുഗ്രഹീത കർമ്മങ്ങളിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത അഭിവന്ദ്യ തോമസ് ഇലവനാൽ പിതാവിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ അനുഗ്രഹ സാന്നിധ്യത്വം കൊണ്ട് ഈ വേലയെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ജോജു അരക്കലച്ചനും ബഹുമാനപ്പെട്ട ജോർജ് വട്ടമറ്റം അച്ഛനും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ വളർത്തുകയും കുറവുകൾ ചൂണ്ടിക്കാട്ടി പൗരോഹിത്യത്തിന് വേണ്ട നല്ല ഗുണപാഠങ്ങൾ പകർന്നു തരുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ ജേക്കബ് പുറത്തുരച്ചനും ഈ ആത്മീയ വിരുന്നന്റെ പ്രഭയ്ക്കൊപ്പം തന്നെ ഞങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച വൈസ് ഡയറക്ടർ ജോജിത് അച്ഛനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ശക്തിയും കരുത്തും നൽകുന്ന ഞങ്ങളുടെ ആത്മീയ പിതാവ് ലിജു ക്യൂട്ടിക്കൽ അച്ഛനെയും ഇന്നത്തെ ഈ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഈ ദേവാലയം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഷൈബ് പോളച്ചനെയും ധനുബച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ ഒത്തിരി വളർത്തുകയും തിരുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട റീജൻസി ഡയറക്ടർമാരായ ബഹുമാനപ്പെട്ട ലിജു ഇരട്ടക്കൊഴക്കലച്ഛനും റാഫിലച്ഛനും ജ്യോതിത് അച്ഛനും ഒത്തിരി സ്നേഹം നിറഞ്ഞ നന്ദി പറയുന്നു. ഗാനങ്ങൾ ആലപിച്ച സിൻഡോ എനാനിക്കലച്ഛനും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ പുണ്യനിമിഷങ്ങൾ പങ്കുവെച്ച ജോമറ്റച്ചനും മറ്റ് എല്ലാ ധന്യവൈദികർക്കും ഒത്തിരി നന്ദി പറയുന്നു. ജന്മം നൽകുകയും വിശ്വാസത്തിന്റെ കതിർനാമ്പുകൾ ഞങ്ങൾക്ക് പകർന്നു തരികയും ചെയ്ത എത്രയും സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെയും എത്രയും സ്നേഹത്തോടെ ഓർക്കുന്നു. മഹത്വമായ പൗരത്വത്തിലേക്കുള്ള ചുവടുകൾ എന്ന വണ്ണം വൈദിക വസ്ത്രവും മറ്റ് വിവിധ പട്ടങ്ങളും സ്വീകരിക്കുകയും ചെയ്ത എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിനായി അധ്വാനിച്ച മൈനർ സെമിനാരിയിലെ ഞങ്ങളുടെ എല്ലാ കുഞ്ഞഞ്ചന്മാർക്കും ദേവാലയ അലങ്കാരം നടത്തിയ എല്ലാ സിസ്റ്റേഴ്സിനും നന്ദിയോടെ പൂച്ചെണ്ടങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പൗരത്വത്തിലേക്കുള്ള ഈ യാത്രയിൽ തങ്ങളുടെ പ്രാർത്ഥനകളാലും സാമ്പത്തിക സഹായങ്ങളാലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ ഉപകാരികളെയും ഇനി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ ഈ ദിനത്തിന്റെ വിജയത്തിനു വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് തിരുക്കർമ്മത്തിൽ ഞങ്ങളോടൊത്ത് പങ്കുചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്വർഗം മിഴിച്ചിമ്മും നേരം, സ്വർഗവാസികൾ ചേരും നേരം, ക്രിസ്തുവിന്റെ കാൽപ്പാടുകളെ പിന്തുടരുന്ന പുരോഹിത ദൈവം തന്റെ കരുണയാലെ ചേർത്തു പിടിക്കും നിമിഷം, ദൈവം തന്റെ കരുണയാലെ ചേർത്തു പിടിക്കും നിമിഷം. ഓർമ്മ വേണം, ഓർമ്മതൻ ബലിയുടെ അർപ്പകരാണെന്ന്. ഓർമ്മ വേണം, ഓർമ്മതൻ ബലിയുടെ അർപ്പകരാണെന്ന്. ഓരോ നിമിഷവും ഓർമ്മ വേണം. സരി സനി പനി സാരി നീ സാരി നീ മധുരി സാരി സനി പനി സരി സാ